നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KYC ഇല്ലാതെ ബാങ്ക് അക്കൗണ്ട്, പണമെത്തിയ വഴി CPM വിശദീകരിക്കണം. കരവന്നൂരിൽ കടുപ്പിച്ച് ED. പെരുമാറ്റച്ചട്ടം ലംഘിച്ചില്ലെന്ന് റിയാസ്, വിശദീകരണം തേടി കളക്ടർ. ക്യാമറാമാന് പരാതിയുണ്ടോ എന്ന് എളമരം കരീം. 2024 മാർച്ചിലെ GST സമാഹരണം 11.5% വർദ്ധിച്ച് 1.78 ലക്ഷം കോടി രൂപയായി. രണ്ടാമത്തെ ഉയർന്ന തുക. KC വേണുഗോപാൽ കരിമണൽ മാഫിയയുടെ ബിനാമി. ശോഭ സുരേന്ദ്രനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. വാർത്തകൾ വിശദമായി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൈമാറിയത് CPM മറച്ചുവെച്ചെന്ന് ആരോപിക്കപ്പെടുന്ന കരവന്നൂർ ബാങ്കിലെ 5 അക്കൗണ്ട് വിവരങ്ങൾ. പുറത്തിശ്ശേരി നോർത്ത് സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ പേരിലുള്ളതാണ് അക്കൗണ്ടുകൾ. ലോക്കൽ കമ്മിറ്റികൾക്ക് അക്കൗണ്ട് ഉണ്ടാക്കാമെന്നും ഏരിയ കമ്മിറ്റികൾ വരെയുള്ള വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിട്ടുണ്ട് എന്നാണ് CPM വിശദീകരണം. കേസിൽ MK കണ്ണൻ, AC മൊയ്തീൻ അടക്കമുള്ള ഉന്നത നേതാക്കൾക്കും ED നോട്ടീസ് നൽകും. ജനപ്രാതിനിധ്യ നിയമപ്രകാരവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചട്ടപ്രകാരവും രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അക്കൗണ്ട് വിവരങ്ങൾ ഓഡിറ്റ് നടത്തി അതിന്റെ വിവരങ്ങൾ ആദായ നികുതി വകുപ്പിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നൽകേണ്ടതുണ്ട്. കരവന്നൂർ ബാങ്കിൽ ക്രമക്കേട് നടന്ന കാലയളവിൽ CPM പുറത്തിശ്ശേരി നോർത്ത് സൗത്ത് ലോക്കൽ കമ്മിറ്റികളുടെ പേരിൽ 5 അക്കൗണ്ടുകളുണ്ട്. എന്നാൽ ഉന്നത നേതാക്കളടക്കം ഓപ്പറേറ്റ് ചെയ്ത ഈ അക്കൗണ്ടുകളുടെ വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിരുന്നില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് UDF പരാതിയിൽ മന്ത്രി റിയാസിനോട് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ജില്ലാ കളക്ടർ വിശദീകരണം തേടി. എന്നാൽ ആരോപണം തള്ളിയ റിയാസ് നേരത്തെ പ്രഖ്യാപിച്ച കാര്യമാണ് പറഞ്ഞതെന്നും ചെയ്ത കാര്യം പറയുന്നതിൽ കുതിര കയറിയിട്ട് കാര്യമില്ല എന്നും പറഞ്ഞു. ഇനിയും ഇക്കാര്യങ്ങൾ പറയുമെന്നും അദ്ദേഹം ആവർത്തിച്ചു. അതേസമയം പ്രസംഗത്തിന്റെ ദൃശ്യം ചിത്രീകരിച്ച വീഡിയോഗ്രാഫർക്ക് പരാതിയുണ്ടെങ്കിൽ പ്രതികരിക്കാമെന്നായിരുന്നു എളമരം കരീമിന്റെ മറുപടി. ഇന്നലെ നളന്ദ ഓഡിറ്റോറിയത്തിൽ LDF നടത്തിയ തെരഞ്ഞെടുപ്പ് പരിപാടിയിലാണ് വിവാദങ്ങളുടെ തുടക്കം. കോഴിക്കോട് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നായിരുന്നു പ്രസംഗത്തിൽ മന്ത്രി റിയാസ് പറഞ്ഞത്. പിന്നാലെ വേദിയിൽ ഉണ്ടായിരുന്ന എളമരം കരീം തെരഞ്ഞെടുപ്പ് ചുമതലയിലുണ്ടായിരുന്ന വീഡിയോഗ്രാഫറെ കൂട്ടി വേദിക്ക് പിന്നിലെ ഗ്രീൻ റൂമിലേക്ക് പോയി. മന്ത്രി പ്രസംഗം നിർത്തിയ ശേഷമാണ് പിന്നീട് ഇദ്ദേഹം തിരിച്ചു വന്നതെന്നാണ് UDF ആരോപിക്കുന്നത്. പുതിയ പ്രഖ്യാപനം നടത്തിയിട്ടില്ല എന്നും ചെയ്ത കാര്യം പറഞ്ഞു, ഇനിയും പറയുമെന്ന് റിയാസ് ആവർത്തിക്കുന്നു. വിവാദത്തിൽ പ്രതികരണത്തിന് ഇല്ലെന്ന് കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥി കൂടിയായ എളമരം കരീം പ്രതികരിച്ചു. 2024 മാർച്ച് മാസത്തിൽ ചരക്ക് സേവന നികുതി വരുമാനത്തിലൂടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സമാഹരിച്ചത് 1.78 ലക്ഷം കോടി രൂപ. ധനമന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത്തവണ 11.5% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ പ്രതിമാസ GST വരുമാനം കൂടിയാണിത്. ആഭ്യന്തര ഇടപാടുകളിൽ നിന്നുള്ള GST കളക്ഷൻ 17.6% ഉയർന്നതാണ് ഈ കുതിപ്പിന് കാരണമായത് എന്നാണ് വിലയിരുത്തൽ. കൂടാതെ മാർച്ചിലെ റീഫണ്ടുകളിൽ നിന്നുള്ള GST വരുമാനം 1.65 ലക്ഷം കോടി രൂപയാണ്. ഇതിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 18.4% വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നതെന്നും ധനമന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. 2023-24 സാമ്പത്തിക വർഷം ഒരു നാഴികക്കല്ലായി അടയാളപ്പെടുത്തുന്നു. മൊത്തം GST സംഹരണം 20 ലക്ഷം കോടി കടന്നിരിക്കുകയാണ്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 11.7% വർധനയോടെ 20.14 ലക്ഷം കോടി രൂപ നേടി. KC വേണുഗോപാലിന്റെ പരാതിയിൽ ശോഭ സുരേന്ദ്രനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. ക്രിമിനൽ കേസാണ് ഫയൽ ചെയ്തത്. KC വേണുഗോപാലിന് വേണ്ടി മാത്യു കുഴൽനാടൻ ഹാജരായി. 2004 രാജസ്ഥാനിലെ അന്നത്തെ ഖനി മന്ത്രിയുമായി ചേർന്ന് KC വേണുഗോപാലിന് ബിനാമി ഇടപാട് ഉണ്ടായിരുന്നുവെന്ന ശോഭ സുരേന്ദ്രന്റെ ആരോപണം. രാജസ്ഥാനിലെ മുൻ മൈനിംഗ് ഡിപ്പാർട്ട്മെന്റ് മന്ത്രി കിഷോറാം ഓലയുടെ സഹായത്തോടെ കേരളത്തിലെ ധാതുക്കളെല്ലാം കവർന്നെടുത്ത് വേണുഗോപാൽ കോടികൾ ഉണ്ടാക്കിയെന്നായിരുന്നു ശോഭ സുരേന്ദ്രന്റെ ആരോപണം. കിഷോറാമും KC വേണുഗോപാലും ചേർന്ന് അന്താരാഷ്ട്ര തലത്തിൽ പലതരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും അവർ ആരോപിച്ചു. കിഷോറാം കുടുംബവുമായി ചേർന്ന് ഇപ്പോഴും ബിനാമി പേരിൽ KC വേണുഗോപാൽ 1000 കണക്കിന് കോടികൾ സമ്പാദിക്കുന്നുണ്ട്. അതിലുൾപ്പെട്ട ഒരു ചെറിയ ആളാണ് ആലപ്പുഴയിലെ കരിമണൽ കർത്ത. KC വേണുഗോപാൽ പറഞ്ഞിട്ട് കിഷോറാമാണ് ആലപ്പുഴയിൽ നിന്ന് കരിമണൽ കയറ്റുമതിക്കുള്ള അനുവാദം കർത്തയ്ക്ക് നേടിക്കൊടുത്തതെന്നും ശോഭ ആരോപിച്ചിരുന്നു.